ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം കൂട്ടുകാർക്കെല്ലാം സുഖമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നത്. അപ്പം ഇത് പാചകമൊന്നുമല്ല, ഇത് ഞാനൊരു കൂട്ടം കാണിച്ചു തരാവേ. മീൻ കാണിക്കാൻ വന്നതാണ്. ഇത് കണ്ടോ, നങ്കുമീൻ. നങ്കാണെന്ന് തോന്നുന്നു. ഇതിന് വേറെ വല്ലതും പറയുമോയെന്ന് എനിക്കറിയത്തില്ല. നങ്കുമീനാണേ. നങ്ങിൻ്റെ വേറൊരു സൈസ്, കുറച്ച് എന്താ പറയുന്നത്, കുറച്ച് നങ്കെന്ന് പറയുമ്പോൾ കുറച്ച് നീളത്തിലിരിക്കും. ഇത് കുറച്ച് റൗണ്ട് ഷേപ്പിൽ. ഇതിന് വേറെ വല്ല പേരും പറയുമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഇതിൻ്റെ പേരറിയില്ല, അതുകൊണ്ടാണ്. നമുക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ടേ, ഞാൻ കാണിച്ചു തരാവേ. ഇതാണ് മീനെ. കുറച്ച് അമ്മ വന്നപ്പോൾ കൊണ്ടുവന്നതാണേ. അപ്പം ഞാനത് നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നങ്ക് തന്നെ, നങ്കാണ്. നങ്കിൻ്റെ വേറൊരു സൈസാണേ. അപ്പം ഈ മീനിൻ്റെ പേരെന്താണെന്ന് പറയണേ. ഈ മീനിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഇവിടെ ഇതിന് വെക്കിളി എന്നാണേ പറയുന്നത്. പിന്നെ റീഫ് കോഡെന്നും പറയും. അപ്പം ഇത് രണ്ടും തൊലി ഇരിക്കേണ്ട മീനാണേ. അപ്പോൾ രണ്ടും നല്ല ടാസ്ക്കാണ്. പക്ഷേ നങ്ക് മീൻ നമുക്കധികം പാടില്ല. ഇതിൻ്റെ എനിക്കറിയത്തില്ല. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇത് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് അറിയില്ല. പിന്നെ ഇതും ഇച്ചിരി പാടുള്ള, ഇത് ചെറുതായതുകൊണ്ട് പിന്നെ പെട്ടെന്ന് വരുമെന്ന് തോന്നുന്നു. വലിയതാണെങ്കിൽ ഭയങ്കര കുറച്ച് പാടാണ് അതിൻ്റെ തൊലി കളയാനേ. അപ്പം നമുക്ക് ഇന്ന് ഇതിൻ്റെ പരിപാടിയാണ്. അപ്പം നമുക്കിതിൻ്റെ പണിയിലോട്ട് കിടക്കാം. എനിക്ക് പൊതുവേ ഇങ്ങനെയുള്ള മീൻ മേടിക്കാൻ മടിയാണ്. കാരണം വെട്ടാൻ പാടായതുകൊണ്ടേ എനിക്ക് മടിയാണ്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മീൻ അവിടുന്ന് തന്നെ കട്ട് ചെയ്ത് വാങ്ങി മേടിക്കും. അപ്പം അമ്മ രാവിലെ വന്നപ്പോൾ കൊണ്ടുവന്നതായതുകൊണ്ടാണേ. ചെറിയ മീൻ ഇത് തൊലി ഇരിക്കുമ്പോൾ തന്നെ അതിനകത്ത് മാംസവും കൂടി ഇങ്ങ് വരുവേ. ചത്ത മീനെ ഞാൻ ഒന്നും കൂടെ കൊല്ലും. അതാണ് എൻ്റെ പോലല്ല കേട്ടോ. ഈസിയാണ്. തൊലി പെട്ടെന്ന് ഇതായി വരുന്നുണ്ട് കേട്ടോ. വെച്ച് തൊലി പിടിക്കുമ്പോഴേ ഇങ്ങനെ വരുന്നുണ്ട്. ഈ സൈഡ് ഇങ്ങനെ ഒന്ന് ഇത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്യുമ്പം തന്നെ വരുന്നുണ്ടേ. ഞാൻ ഈ മീനൊക്കെ കാണുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാണ്. ഗുജറാത്തിൽ വന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ ഈ എന്താ പറയുന്നത്, കൂന്തൽ, കണവ, നമ്മുടെ നങ്ക്, ഇതൊക്കെ ഞാനിവിടെ വന്നാണ് കാണുന്നത്. നമ്മുടെ ഇവിടെ ഒന്നും മാർക്കറ്റ് ഉണ്ടെങ്കിലും അത്ര വലിയ ഇതായിട്ട് ഞാനിതൊന്നും കണ്ടിട്ടില്ല. വരുമായിരിക്കും ഇടയ്ക്കൊക്കെ, പക്ഷേ ഇപ്പം എല്ലായിടത്തും വരുന്നുണ്ട്. പക്ഷെ ഞാൻ മുമ്പ് പണ്ടത്തെ കാര്യമാണ് പറഞ്ഞത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ മീനൊക്കെ എല്ലാം സത്യം പറഞ്ഞാൽ കണ്ടു തുടങ്ങിയത്, കൂന്തലൊക്കെ. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ മിക്ക മീനിൻ്റെ പേരെനിക്ക് അതുകൊണ്ട് അറിയത്തില്ല. പക്ഷെ ഇവിടുത്തെ പേരൊക്കെ അറിയാം. പക്ഷെ നമ്മുടെ നാട്ടിൽ അതിനെന്ത് പറയും, ഇതാണോ ഇന്നത് എന്നൊന്നും അത്ര അറിയില്ല. എന്നുവെച്ചാൽ എല്ലാത്തിൻ്റെ പേരല്ല, കുറച്ച് മീനിൻ്റെയൊക്കെ പേരറിയാം. ചിലതൊന്നും പറയുമ്പം മനസ്സിലാവത്തില്ല എനിക്ക്. പൊതുവേ നമുക്ക് നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ വറക്കും, അല്ലെങ്കിൽ പച്ചക്ക് തേങ്ങ അരച്ച് കറി വയ്ക്കുവേ. പിന്നെ
പീരയും വെക്കും, തോരൻ വെക്കത്തില്ലേ, തോരനും വെക്കും. എവിടെ പോവാനാ? എൻ്റെ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോയിൽ മാറ്റം വരുത്തേണ്ടതൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. കത്തിയുടെ മൂർച്ച എല്ലാം വൃത്തിയാക്കി എടുത്ത് വെട്ടിക്കഴുകിയെടുത്ത് കഴുകണം. വെട്ടിയെടുത്തെല്ലാം ഞാൻ തലയൊക്കെ കളഞ്ഞ്. പക്ഷേ ഈ സൈഡ് വെട്ടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തൊലി ഉരിക്കാൻ പെട്ടെന്നാണ്, ഈസിയാണ്, കുഴപ്പമില്ല. അപ്പം ഇനിയിപ്പോൾ ഇത് എന്ത് കറി വയ്ക്കും? മൊത്തം എടുക്കത്തില്ല, കുറച്ചേ എടുക്കുകയുള്ളൂ. കറി വയ്ക്കണോ വറക്കണോ അങ്ങനെയൊക്കെ ഇങ്ങനെ അതിലൊരു ഉറപ്പായിട്ടില്ല ഇതുവരെ, കറി വയ്ക്കണോ ഇതൊന്നും. അപ്പോൾ വെട്ടിക്കഴുകി ഇങ്ങനെ വെച്ചിരിക്കുവാണേ. അതുപോലെ ഈ മീനും വെട്ടി തൊലിയൊക്കെ ഉരിച്ച് എടുത്തേ. മീനും വെട്ടിയെടുത്തു. അപ്പോൾ നമ്മുടെ ചെറിയൊരു വീഡിയോ ഇത്രയേ ഉള്ളേ. അപ്പോൾ അതിന് കറി വയ്ക്കുമോ വറക്കുമോ അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായില്ലേ. അപ്പം എനിക്ക് ആ മീൻ്റെ ഞാൻ നങ്കെന്നാണ് പറയുന്നത്. അതിന് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ നിങ്ങൾ പറയുമല്ലോ. അതുകൊണ്ട് അത് ആ മീൻ കൊണ്ടുവന്നപ്പോൾ ഞാൻ വിചാരിച്ച് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ച് ചെറിയൊരു വീഡിയോ എടുത്തതാണേ. അപ്പോൾ അതിൻ്റെ പേരെന്തൊക്കെയാണ് നിങ്ങളുടെയൊക്കെ നാട്ടിൽ പറയുന്നതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മുടെ ചെറിയൊരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി കാണും വരെ എല്ലാവർക്കും ടാറ്റാ.